നമ്മുടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ഏതാ, ലവ് ഇൻ സിംഗപ്പൂരിലെ ചാം ചച്ചാ ചൂം ചച്ചാ ചുമരി ചച്ചാ ചാ. എന്താ അർത്ഥമെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ അർത്ഥം മനസ്സിലായി. ഇത് ഏത് ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലായി. ചൈനീസ് എങ്ങാനാണോ അത് കേട്ടിട്ട് ആ പടം ചൈനീസ് പോലെ തോന്നുന്നുണ്ട്. പണ്ട് പോലെ നമ്മൾ നടൻ ജയൻ ഒരു നടികത്ത് ഒരു വിദേശിയായ നടികത്ത് പാടുന്ന രംഗമാണ് നമ്മൾ ഇപ്പോഴും ടി വിയിൽ കാണാം. അതായത് ചുമ്മാ രണ്ടുപേരും പാടുന്നേ ഉള്ളൂ, ഇനി യാതൊരു അർത്ഥവുമില്ല. ഇതുപോലാണ് എം.വി. ഗോവിന്ദന്റെ പത്രസമ്മേളനം എന്നാണ് നമ്മുടെ അടൂരിലെ CPM സഖാക്കൾ അവിടുത്തെ യോഗത്തിൽ, അടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തലിൽ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം കുമാരവിള സാറിനെ അനുകരിച്ചാണ് സന്ദേശം, മനസ്സിലായില്ല. ചാം ചച്ചാ ചൂം ചച്ചാ ചുമരി ചച്ചാ ചാ എന്താണെന്ന് ഞാനും ഇത് ഒത്തിരി കേട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ജയന്റെ ഒരു ഡാൻസും മൊത്തം ഉണ്ട്. ആ സിനിമ മൊത്തത്തിൽ ഒരു നമുക്കിപ്പോൾ ഒരു കോമഡിയാണ് അതിനകത്ത്. പിന്നെ ഏറ്റവും കൂടുതൽ ട്രോള് വരുന്ന, ഏറ്റവും കൂടുതൽ മീം ഉണ്ടായിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പക്ഷേ ഈ ഇത്രയും വിമർശനങ്ങൾ വന്നതിൽ നമ്മളെ ഇതുപോലെ ചിരിപ്പിച്ച ഒരു വിമർശനം സത്യമാണ്. അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഓരോ കാര്യം പറയുമ്പോഴും പറയും ഈ അപ്പത്തിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. അപ്പം കൂറ്റനാട്ടുനിന്ന് അപ്പവുമായിട്ട് വണ്ടിയെ കയറുന്നു, തിരിച്ചു പോരുന്നു. അപ്പൊ അതൊരെണ്ണം. പിന്നെ പുള്ളി പറഞ്ഞ വേറെ ഡയലോഗുകൾ പുള്ളി വിട്ടിട്ടില്ലേ, ഈ അപ്പം പോലെ തന്നെയാണ് പുള്ളി പറഞ്ഞത്. അതല്ല AI ഏത് വന്നാലും, പക്ഷെ പുള്ളിക്ക് അറിഞ്ഞുകൂടാ AI എന്താണെന്ന്. അപ്പൊ ഇതിനകത്ത് രൂക്ഷമായ വിമർശനം ഉണ്ടായത് ഒന്ന് പിണറായി വിജയനെതിരെയും ഈ M.V. ഗോവിന്ദനെതിരെ. ഈ രണ്ടുപേർക്കും ഇത് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ M.V. ഗോവിന്ദൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ സഖാക്കന്മാർക്ക് കർശനമായിട്ട് വിമർശിക്കാം, അതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള വിവരം. നാട്ടുകാരെല്ലാം ഒരു സൈഡിൽ നിന്നാണ്ട് അലക്ക് തുടങ്ങി എല്ലാ മാധ്യമങ്ങൾക്ക് സഖാക്കളിന് ചോർത്തയും കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു ചീത്ത വിളിച്ച് ഇതാക്കണം എല്ലാവരും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മണിച്ചിത്രത്താഴ് സിനിമയിൽ പപ്പു ദാസപ്പ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊന്ന് നോക്കിക്കേ എന്ന് പുള്ളി വീട്ടിൽ ചെന്നപ്പം പുള്ളിയുടെ മകൻ പറഞ്ഞു, അച്ഛൻ കണ്ണാടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, അച്ഛന് തീരെ ശരിയാവുന്നില്ല, കുഴപ്പം. ഇപ്പൊ വേറൊരു കാര്യം രസമുണ്ട്, M.V. ഗോവിന്ദൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ല, പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എന്നോട് ചെറിയപ്പേര് പറഞ്ഞു പത്രസമ്മേളനം നടത്തുമ്പോൾ ചിരിച്ചോണ്ട് നടത്തണം. ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നു അങ്ങനെ ചിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചിരിക്കരുത്, അങ്ങനെ ഗൗരവം വിടാതെ നടത്തരുത് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഈ അടൂരിലെ സഖാക്കൾ എന്ന് പറയുമ്പോൾ, നമ്മുടെ പത്തനംതിട്ടയിലെ അടൂരിലെ സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട ജില്ലയിലെ CPM-ന്റെ ഒരു ഭൂരിഭാഗവും ഏതാണ്ട് ഒരു പകുതിയിലേറെ ഉള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മുൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഒരു സ്ഥലമാണ്. അവിടെ പിണറായി വിജയനും M.V. ഗോവിന്ദനും എതിരെ ഒരു വലിയ പ്രതിഷേധം വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് പോലും, സാധാരണ ഇവർക്ക് അങ്ങനെ അവരോട് കുറ്റമൊന്നും പറയാൻ പറ്റില്ല, ഇവരുടെ എല്ലാ തരികിടയ്ക്കും കൂട്ടുകൊണ്ടിരുന്ന സംഘങ്ങളാണ്. അപ്പൊ ഇത്തവണ ഇത്രയും കൃത്യമായിട്ട് വിമർശനം വരണമെങ്കിൽ അതുപോലെ സഖി കെട്ടിട്ടാണ്. അത് ജനം കാലത്തൂക്കി തറയടിച്ചു എന്ന് മനസ്സിലായപ്പോഴേ ഇനി എമാരെ ന്യായീകരിക്കാൻ പോകണമെങ്കിൽ ആള് കൈവയ്ക്കുന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞു. കാരണം ജനങ്ങൾ ഇപ്പോൾ അവർ ബാലറ്റിലൂടെയാണ് പ്രതികരിച്ചത്, നാളെ അവർ കൈയും കാലം കൊണ്ട് പ്രതികരിക്കും. ആ ഒരവസ്ഥയിൽ അവിടെ ഈ അടൂര് വലിയ രൂക്ഷമായ വിമർശനം നടന്നു. അടൂര് അതിര് വിട്ട് ഒരാളെ തോപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞ് ഒരു വിമർശനം വന്നു. അതായത് കുന്നത്തൂർ എന്ന് പറയുന്നത് നമ്മുടെ അടൂർ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ഞങ്ങളവിടെ സർവേക്ക് പോയിരുന്നു. അതെ, അതായത് കടമ്പനാട് കഴിഞ്ഞ അടുത്ത മണ്ഡലം കുന്നത്തൂർ. അത് റോഡിന് അങ്ങേ സൈഡ് കുന്നത്തൂരും ഇങ്ങേ സൈഡ് നമ്മുടെ അടൂരുമാണ്. അപ്പൊ ഈ കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു KSKTU നേതാവ് പോയി എന്നാണ് പറയുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കോവൂർ കുഞ്ഞുമോൻ തോറ്റു കഴിഞ്ഞാൽ എന്താണെന്ന്, ഇത് രണ്ട് മണ്ഡലവും റിസർവേഷൻ മണ്ഡലം. അതെ. അപ്പൊ അടൂരിൽ CPI-യുടെ മണ്ഡലമാണ്. അതുകൊണ്ട് ഈ KSKTU നേതാവിന് ഈ അടൂർ റിസർവേഷൻ മണ്ഡലം കിട്ടൂല. പിന്നെ ഉള്ള അടുത്ത റിസർവേഷൻ എന്ന് പറയുന്നത് ആ പത്തനംതിട്ട ജില്ലയിലുള്ളതിൽ പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലത്തുള്ള ഈ കുന്നത്തൂരാണ്. ഈ കുന്നത്തൂര് പോകാൻ വേണ്ടി പുള്ളി അവിടെ പോയി കോവൂർ കുഞ്ഞുമോനെ തോൽപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം കോവൂർ കുഞ്ഞുമോൻ കരഞ്ഞു തോർക്കുന്നില്ലേ. ഇപ്പോൾ എൻ്റെ കറുത്ത കാറ്, ഞാൻ മുഖ്യമന്ത്രിയെ മാതൃകയാക്കി ഒരു കറുത്ത കാറ് വാങ്ങിച്ച അവസാനം അതും പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞ ഇവിടെ ഒരു കരച്ചിലുണ്ട്. അതാണ്. അപ്പോൾ ഈ കോവൂർ കുഞ്ഞുമോൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ നമുക്കൊരു പിന്നെ നമുക്കൊരു സഹാനുഭൂതി തോന്നി. പക്ഷേ അപ്പുറത്ത് ജയിച്ച ഉല്ലാസിനെ കാണുമ്പോൾ നമുക്ക് അതിലേറെ സഹാനുഭൂതി. കാരണം എന്നൊക്കെ ഇവർ തമ്മിൽ മത്സരിക്കുന്നു അന്നല്ലേ ഈ ഉല്ലാസ് തോറ്റുകൊണ്ടിരുന്നു. ഇത്തവണയെങ്കിലും ഈ ഉല്ലാസ് ജയിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പാവം പിടിച്ച ഒരു മനുഷ്യന്, അയാൾക്ക് ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ വളരെ മോശമായി പോകും. പണ്ട് അടൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇതായിരുന്ന അവസ്ഥ. ഈ കൊടിക്കുന്ന് സുരേഷ് കരഞ്ഞ് കാല് പിടിച്ച് വന്നാണ് അവിടെ ജയിക്കുന്നത്.
ജയിച്ച് 2 തവണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ കരഞ്ഞു പിടിച്ചു എന്നാണ് ചെങ്ങറ സുരേന്ദ്രൻ. ഈ ചെങ്ങറ സുരേന്ദ്രന്റെ പാവത്തം എല്ലാം കൂടെ കണ്ട് അപ്പോഴത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് ജാട പോലെയൊക്കെ വന്നായിട്ട് നാട്ടുകാർക്ക് ശരിക്കും എം പി ആയി. അപ്പൊ എന്ത് പറ്റി, ഈ ചെങ്ങറ സുരേന്ദ്രനെ ഏൽപ്പിച്ചു അടുത്ത തവണ. അപ്പോൾ ചെങ്ങറ സുരേന്ദ്രൻ അതിനെക്കാട്ടി വലിയ പുള്ളിയായിട്ട് മാറി. അത് ഒരുപാട് പേർക്ക് ജയിച്ചു കഴിയുമ്പോൾ ഒരു ബോഡി ലാംഗ്വേജ്. അതിനകത്ത് പുള്ളി ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടു. പുള്ളിയുടെ ഒരു ബന്ധുവിനെ കഞ്ചാവ് കേസിൽ കുടിക്കുന്ന ഒരു ആരോപണം ഉണ്ടായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അതിനടുത്ത തവണ റെഡി കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ജയിച്ചു. പിന്നെ ചെങ്ങറ സുരേന്ദ്രനോട് ജയിക്കാൻ പറ്റില്ല. ചെങ്ങറ സുരേന്ദ്രൻ മാവേലിക്കര അവിടെ ഇവിടെയൊക്കെ മത്സരിച്ച് നോക്കി, ഒന്നും നടന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഈ അടൂരിൽ ഇത്തവണ ചിറ്റയം ഗോപകുമാറിനെതിരെയും വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണ കഷ്ടിച്ചാ പുള്ളി അവിടെ ജയിച്ചത്. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. കഷ്ടിച്ചാണ് ജയിച്ചത്. മറ്റേ കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു. MG കണ്ണൻ ഒരു അല്പം കൂടെ പിന്നെ വർക്ക് ചെയ്തെങ്കിൽ, കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ MG കണ്ണൻ MLA ആകുമായിരുന്നു. അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്തേനെ. ഈ MLA ആകാതെ പോയിട്ട് സമരത്തിന് പോയി തലമണ്ട അടിച്ച് കീറിയ തലക്കടിയേറ്റാണ് കണ്ണൻ മരിക്കുന്നത്. അതിനെ തുടർന്നുള്ള സ്ട്രോക്ക് വന്നിട്ടാണ് അയാൾ മരിച്ചു പോകുന്നത്. എന്നാൽ ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചു, അവിടെ കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി, പ്രിജി കണ്ണൻ എന്ന് പറഞ്ഞു. അവരെ ശരിക്കുള്ള ഒരു പ്രിജി ശശിധരൻ എന്നായിരുന്നു അവരുടെ പേര്. കണ്ണന്റെ ഓർമ്മകൾ കണ്ണന്റെ ഭാര്യ ആയിക്കോട്ടെ എന്ന് കരുതിയൊക്കെയാണെന്ന് പറഞ്ഞൊരു ആരോപണം ഉയർന്നു. അത് ശ്രീനാദേവിയാണ് അത് ഉന്നയിച്ചത്. എന്താണെങ്കിലും അവർ നല്ല മാന്യമായിട്ട് അങ്ങ് തോറ്റു കഴിഞ്ഞപ്പം CPIക്കുള്ളിൽ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ആരോപണം ഉയർന്നു. ഇതിനൊക്കെ ഇടയ്ക്കാണ് ഈ അതിന് നമ്മൾ ഇന്ന് ഇത് കണ്ടപ്പം തൊട്ട് ചിരി തുടങ്ങിയത്. നമ്മള് ഓഫീസിലുള്ളവരെല്ലാം ചിരിച്ച് അവിടെ ഊപ്പാട് വന്നിരിക്കുക. ഇത് പറഞ്ഞവനെ സമ്മതിക്കണം കേട്ടോ. ഇത് പറഞ്ഞ മീറ്റിംഗിൽ ഈ വിഷയം അവതരിപ്പിച്ചാലേ ഈ ഉപമ നടത്തിയ ആൾ നമ്മൾ അയാളുടെ നിരീക്ഷണ പാഠം വളരെ കറക്റ്റാണ്. ഇപ്പം ഇതിന് വേറെ മറ്റേ ബാഹുബലിയിലെ കാലകേനെ വേണേലും കൊടുക്കാം, അത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും ഈ ചാംചച്ച എടുത്തു വെച്ചത്. കുമാരമുള്ള സാർ ആളൊക്കെ മടുത്തു തുടങ്ങി. കാരണം എല്ലാം കുമാരമുള്ള സാറിന്റെ താത്ത അവലോകനം കണ്ട് ശങ്കരാടി എത്ര അനുസരണയും. അതെ, നമ്മളിപ്പോ ഇതൊരു ക്ലീഷയായി സന്ദേശ സിനിമ. പക്ഷെ ഇതിനിടയ്ക്ക് ഇത് കയറി വന്നപ്പോൾ വലിയ കോമഡിയായി. അതുപോലെ പിണറായി വിജയനെ കാണിച്ചോ എല്ലായിടത്തും പറയുന്ന ഒന്ന് ഇയാളും ഒന്ന് പിന്നെ ഇങ്ങനെ ഭാര്യ നിർത്തിയതും അവിടെ വിമർശന വിധേയമായി. കാരണം അത് വിമർശന വിധേയമാകാത്ത സ്ഥലങ്ങളേ ഇല്ല. അല്ല, ഈ CPI നേതാക്കന്മാർ മൊത്തം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും ആദരിച്ചിരുന്നു, അവർ രാഷ്ട്രീയം അംഗീകരിക്കാത്തവർ. ഇപ്പൊ ഇത്തരം ഒരു സംഘം കോമാളികളാൽ നയിക്കപ്പെടുന്ന പാർട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് ഈ CPI എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആളൊക്കെ അവരുടെ ഒരു ബഹുമാനമില്ല, പുച്ഛവും കൂടെ ആയി. അത് ഇവരെ കയ്യിരിപ്പോണ്ട് സംഭവിച്ചതാണ്. അല്ല, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്ക് പറയാൻ മറുപടിയില്ല. ഈ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചൂം ചച്ച വരുന്നത്. മനസ്സിലായില്ലേ? ഇവർക്ക് പറയാൻ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയാം വീണ ജോർജിന്റെ ഉളുക്ക് നാടകത്തിന് അന്ന് ഈ MV ഗോവിന്ദൻ പറഞ്ഞ എന്താ, ഭീകരം ഗറില്ല വാർഫെയർ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഗറില്ല വാർഫെയർ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പണ്ട് ചെയ്തിട്ടുള്ള ആളാണെന്ന് രീതിയിലാണ്. നിങ്ങൾ ഗറില്ല വാർഫെയർ കണ്ടിട്ടുണ്ടോ? ഇത് വരെ സന്ദേശത്തിൽ മാള അരവിന്ദന്റെ അടുത്ത് ഈ ശ്രീനിവാസൻ പറഞ്ഞില്ല, ഞാനൊരു സായുധ വിപ്ലവം നടത്താൻ പറഞ്ഞു. നിന്റെ സായുധ വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് പറയില്ലേ, നീ തോക്ക് കണ്ടിട്ടുണ്ടോ വരില്ലേ? ആ രംഗമാണ് പെട്ടെന്ന് ഓർമ്മ. ഇതും അതാ. പിന്നെന്താ, മന്ത്രിയുടെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു, പെടലിക്ക് പിടിച്ച് ഞെക്കി, പെടലി പിടിച്ച് ഓടിച്ചു. ഇതെല്ലാം പറഞ്ഞിട്ട് ഇത്രയും വ്യക്തമായിട്ട് ഒരു വിഷ്വൽസ് എല്ലാം ഉള്ള ഒരു ഇടത്താണ് ഈ കള്ളത്തരം. ഇവർ കരുതിയത് മറ്റേ CCTV മുഴുവൻ ഡിലീറ്റ് ചെയ്യാന്ന് കരുതി. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വകയാണെന്നുള്ളത് ഇവരെ കുടുംബത്വത്തല്ലെന്ന കാര്യം അപ്പോഴും ഓർത്തില്ല. അതെ, പിന്നെയാണ് ചിന്തിച്ചത്. അതല്ല അങ്ങ് പോട്ടെ. നമുക്കറിയാമല്ലോ, മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി. കുന്തവും കുറച്ചക്രവും പറഞ്ഞു കൃത്യമായിട്ട് ഇവരുടെ പേജിനകത്തൂടെ ലൈവ് പോയത്. CPMന്റെ ഏരിയ കമ്മിറ്റിയുടെ, മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പേജിനകത്തൂടെ ലൈവ് പോയി. അപ്പോഴേ തന്നെ ജോസഫ് എമ്പുതുശ്ശേരിയെ പോലെയുള്ള എതിർ പാർട്ടിക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇത് സഹിതം ഹാജരാക്കിയിട്ട് ഇതിന് തെളിവില്ല, ഇതിന്റെ ഒറിജിനാലിറ്റി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല, ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായത്. അതിന്റെ കേസ് നടക്കുകയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്തു? അയാൾ 5 വർഷം മന്ത്രി സ്ഥാനത്തിരുന്നു. അയാൾ പോയി ഇടയ്ക്ക് രാജി വെച്ചാലും വീണ്ടും കയറി. അതും അന്വേഷിക്കണം. കാരണം ആരാണ് ഇടപെട്ട് ഇത് തിരുത്തിയത്, ഈ റിപ്പോർട്ട് തിരുത്തിച്ചത്? ഉദ്യോഗസ്ഥന്മാരല്ലേ, ഇവരെ തന്നെ അടിമകളല്ലേ. ഈ അടിമകൾ ആരെയും മാറ്റിയിട്ടില്ല. നമ്മളെപ്പോഴും ഓർത്തോളണം. നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ ഇവരെല്ലാവരും ഇപ്പോഴും സർവീസിലുണ്ട്. ആ ചീഫ് സെക്രട്ടറി സർവീസിലുണ്ട്, DGP ഉണ്ട്, ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, ഉന്നതന്മാരെല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇവർ ഈ ഒരാഴ്ചയായിട്ടും ഇത്രയും ദിവസങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ, ഒരാഴ്ച കൂടെ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ വിടുശേഷം മന്ത്രിസഭയുടെ കാര്യത്തിൽ അതിൻ്റെ തീരുമാനമാക്കേണ്ടി വരും എന്നുള്ള കാര്യം. പണി തുടങ്ങി കഴിഞ്ഞവർ ഇവർ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും അവിടെ എത്തിക്കും. എന്തൊക്കെ പണി കൊടുക്കണം എന്നുള്ള കാര്യം ഈ ഉദ്യോഗസ്ഥന്മാർ വഴി വളരെ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യും.